കൊല്ലം ചാത്തന്നൂരിൽ ബി.ജെ.പി. പ്രവർത്തകനെ വെട്ടിപ്പരുക്കേൽപ്പിച്ചു. വരിഞ്ഞം സുന്ദരൻമുക്ക് സ്വദേശി രാജീവിനാണ് വെട്ടേറ്റത്. ഷിജോ കുര്യൻ ചേരുകയാണ് കൊല്ലത്തു നിന്നും. ഷിജോ, ഈ ആക്രമണം അത് എങ്ങനെയുണ്ടായതാണ്? വിവരങ്ങൾ എന്തൊക്കെ? ഇയാളുടെ ആരോഗ്യനില എങ്ങനെ? അസിത, ഇന്ന് വൈകിട്ടോടുകൂടിയാണ് കൊല്ലം ചാത്തന്നൂർ വരിഞ്ഞം സുന്ദരമുക്ക് സ്വദേശിയായിട്ടുള്ള രാജീവിന് വെട്ടേറ്റത്. രാജീവ് ബി.ജെ.പി. പ്രവർത്തകനാണ്. മൊട്ട വിഷ്ണു എന്നറിയപ്പെടുന്ന വിഷ്ണുവാണ് ആക്രമിച്ചത്. ഈ വിഷ്ണുവിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം ഡിവൈഎഫ്ഐ ആണ് എന്നുള്ള ആരോപണം ബി.ജെ.പി. ഉന്നയിക്കുന്നുണ്ട്. നെഞ്ചിൽ കുത്തേറ്റ രാജീവിനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത്. രാഷ്ട്രീയ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നുള്ള ആരോപണം കൂടി ബി.ജെ.പി. ഉന്നയിക്കുന്നുണ്ട്. അതിന് കാരണം ഈ ചാത്തന്നൂർ എന്ന് പറയുന്ന മേഖലയിൽ ബി.ജെ.പി. ഡിവൈഎഫ്ഐ സംഘർഷം നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ തുടർച്ചയെന്നോണമാണ് ഇന്നും ഇത്തരത്തിൽ ബി.ജെ.പി. പ്രവർത്തകർക്ക് നേരെ ആക്രമണം ഉണ്ടാവാൻ കാരണമെന്നുള്ള കാര്യമാണ് ബി.ജെ.പി. പ്രവർത്തകർ പറയുന്നത്. അതേസമയം ഇതൊരു കുടുംബ പ്രശ്നത്തിന്റെ ഭാഗമായിട്ടുണ്ടായ തർക്കമാണ് ഈ കുത്തിലേക്ക് കലാശിച്ചത് എന്നുള്ള കാര്യങ്ങൾ കൂടി ചില കേന്ദ്രങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും സംഭവത്തിൽ പോലീസ് വിശദമായിട്ട് അന്വേഷണം നടത്താൻ ഒരുങ്ങുകയാണ്. അസിത, ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.